നമസ്കാരം. അൽ മുക്താദിർ എന്ന സ്വർണ്ണക്കട തുടങ്ങി പാവപ്പെട്ട മനുഷ്യരെ തട്ടിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഇപ്പോൾ പൂട്ടും, മറുനാടിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് എവിടെ നിന്നോ പുറപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു ഈ തട്ടിപ്പുകാരൻ മൻസൂർ നേരത്തെ പ്രഖ്യാപിച്ചത്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് തരാം, നാളെ തരാം എന്ന് പറഞ്ഞ് സമയം നീട്ടി വാങ്ങുകയാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. ഇപ്പോൾ അത് മാറ്റി ഏപ്രിൽ മാസം 15-ാം തീയതിയാക്കി. ജനങ്ങൾ അക്ഷമരായിരിക്കുന്നു. പലരുടെയും വിവാഹം മുടങ്ങിയിരിക്കുന്നു. വളരെ സങ്കടകരമായി ഒരു വീട്ടമ്മയുടെ ശബ്ദരേഖ ഇന്നലെ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഒരു വീട്ടമ്മ വളരെ സങ്കടത്തോടുകൂടി അവർ മകളുടെ വിവാഹത്തിന് വേണ്ടി സ്വർണം വാങ്ങാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പണം അടിച്ചു മാറ്റിയ മൻസൂറിനെതിരെ പൊട്ടിത്തെറിക്കുന്ന വാർത്തകൾ, അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ കൊടുത്തിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായി കൊടുക്കുന്നത് ഈ മാനേജർമാർ, ഷോപ്പ് മാനേജർമാർ ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഈ ഷോപ്പ് മാനേജർമാരൊക്കെ പറഞ്ഞിരുന്നത്, കരുതിയിരുന്നത് ഇതെല്ലാം ഒരു പ്രതിസന്ധിയാണ്, എല്ലാം ശരിയാവുമെന്നാണ്. എന്നാൽ ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്. ഇയാൾ സമയം നീട്ടി വാങ്ങുകയാണ്. ഇയാൾ മുങ്ങിയിരിക്കുന്നു. ഇയാളും അയാളുടെ 3 ഭാര്യമാരും നാട് വിട്ടിരിക്കുന്നു. ജനങ്ങളുടെ പണം മുഴുവൻ അടിച്ചു മാറ്റി അവരെവിടെയോ പോയി സുഖജീവിതം നയിക്കുന്നു എന്ന് ഇപ്പോൾ ഷോപ്പ് മാനേജർമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വളരെ സങ്കടത്തോടു കൂടി ഒരു ഷോപ്പ് മാനേജർ ഈ മൻസൂറിന് അയച്ച ഒരു സന്ദേശം ഞാൻ കേൾപ്പിക്കാം. അദ്ദേഹം സങ്കടത്തോടെ പൊട്ടിത്തെറിക്കുകയാണ്. അതിന് കാരണം ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ട ആ വീട്ടമ്മയുടെ മകളുടെ വിവാഹം മുടങ്ങിയേക്കുമെന്ന അയാളുടെ ആശങ്കയാണ്. അയാൾ പൊട്ടിത്തെറിച്ച് പറയുന്നു, നിങ്ങളുടെ പെമ്പർനോത്തിമാരുടെ സ്വർണം തരൂ, അവരെ എങ്ങനെയെങ്കിലും കെട്ടിച്ചുവിടും. 3 പെണ്ണുങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ഭാര്യമാരായി, നിങ്ങൾ നോക്കിക്കോ. അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് അന്ത്യവിധിക്ക് നിങ്ങളോട് കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് പറയാൻ ഞങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് ശപിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ പറയുകയാണ്, എൻ്റെ ശമ്പളം വേണ്ട, ഞങ്ങളൊക്കെ സഹിച്ചോളാം, നിങ്ങൾ കൊണ്ടുണ്ടാക്ക്, പക്ഷേ പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കരുത് എന്ന് പറയുന്ന ശബ്ദ സന്ദേശം ആദ്യം കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബായി കാണിക്കുന്നത് എന്തൊരു മര്യാദകേടുള്ള കാര്യമാണ് ബായി കാണിക്കുന്നത്. പാവം പിടിച്ച സ്ത്രീകളെ കെട്ടിച്ചയക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ. അവര് ചെയ്ത തെറ്റെന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ കടയിൽ കൊണ്ടുവന്ന് കാശിട്ടത് അല്ലേ? പാവം പിടിച്ച സെയിൽസ്മാർ എന്ന് വഴുതു പറഞ്ഞ് മറ്റു മാർക്കറ്റിങ്ങിന്റെ സഹോദരന്മാർ എന്ന് അവിടെയും ചെന്നുവെച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോടാനുകോടി രൂപ അയച്ചിട്ട് നിങ്ങൾ അതുകൊണ്ട് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ കളിക്കുക അല്ലേ? നല്ല കാര്യം കേട്ടോ. പടച്ചവൻ വിടത്തില്ല ഇത്. കുറെ പണ്ഡിതന്മാരെയും കയ്യിലെടുത്ത് അസ്മാഉൽ ഹുസ്നയുടെ കുറെ പേരുകളും ചേർത്തുകൊണ്ട് എല്ലാവരെയും എക്കാലത്തും പറ്റിക്കാമെന്ന് വിചാരിച്ചോ? അതൊന്നും നടക്കത്തില്ല. ഇപ്പൊ നടക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. 13-ാം തീയതി ഈ പാവം പിടിച്ച പെണ്ണിന്റെ കല്യാണം നടത്തി അവരെ എല്ലാവരെയും ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കണം. ഞങ്ങളുടെ ആരുടെയും ശമ്പളം തന്നില്ലേലും നിങ്ങൾ ഒരു പോക്കിനും എടുത്തോ, നിങ്ങൾക്ക് നിറയട്ടെ, എന്നാലും വേണ്ടിയില്ല. നിങ്ങൾ ആ പാവം പിടിച്ച പെണ്ണിന്റെ കല്യാണം നടത്തിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ 3 പെമ്പർത്തോത്തിമാരുണ്ടല്ലോ, അവളുമാരുടെയൊക്കെ സ്വർണം പറിച്ചെടുക്ക്. എന്നിട്ട് നിങ്ങളുടെ കൂടെ എല്ലാം നിങ്ങളെ ഉപദേശിച്ചു തരുന്ന ഒരു ഉപദേശകനുണ്ടല്ലോ, അയാളുടെ പെണ്ണുമ്പിള്ളയുടെ കൂടെ സ്വർണം എടുത്തിട്ട് ഇവിടെ സ്വർണം കൊടുക്കാൻ നോക്ക്. അതാണ് ചെയ്യേണ്ടത്, അടിയന്തരമായി ചെയ്യേണ്ടത്. കുറെ കടയുണ്ടാക്കിയിട്ടിട്ട് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് പരസ്യം കൊടുത്ത് 0% കോപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത്. ഇതുപോലത്തെ ചൂഷണം ഈ ലോകത്ത് ദുനിയാവിലാരും ഉണ്ടാക്കിയിട്ടില്ല. എന്തിനാ ഒരാളെ കൊണ്ട് നല്ലത് പറയിപ്പിക്ക്, എന്നിട്ട് തീരുമാനിക്ക്. എന്തിനാ ഒളിച്ചു കഴിയുന്നത്? അന്തസ്സുണ്ടെങ്കിൽ നാട്ടിൽ വാ, 2 പേരും കൂടെ നാട്ടിൽ വാ. അതാണ് ചെയ്യേണ്ടത്. തോന്നിവാസം കാണിക്കുന്നത്. നാളെ പടച്ചോന്റെ മുമ്പിൽ, പടച്ചോന്റെ കോടതിയിൽ നാളെ മാഷറയിൽ കണക്ക് പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടാവും അവിടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്തെങ്കിലും അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ അവിടെ വെച്ച് മേടിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അൽ മുക്താദിർ ഒരു സമ്പൂർണ്ണ തട്ടിപ്പാണ്. അവർ കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഒരു പണവും തിരിച്ചു തരാൻ സാധ്യതയില്ല. സ്വർണം തരാം എന്ന് പറഞ്ഞ് പണം കൊടുത്തവരുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രമാത്രം ശക്തമാണെന്ന് മറ്റൊരു ഗ്രൂപ്പിൽ വേറൊരു മാനേജർ പറയുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലും കൊല്ലത്ത് മാത്രം ഏതാണ്ട് 200 കോടിയുടെ ബാധ്യതയുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ഇയാൾക്കുള്ളത്. ഇയാൾക്ക് ഇതൊന്നും കൊടുത്തു തീർക്കാൻ സാധ്യമല്ല. എന്നിട്ട് ഇയാൾ മുങ്ങിയിരിക്കുകയാണ്. അതുമാത്രം അതിനുശേഷമാണ് സ്റ്റോക്ക് കൊണ്ടുവരാൻ. ഇയാൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മാനേജർ പറയുന്നത് കേൾക്കും. കരുനാഗപ്പള്ളിയിലും കൊല്ലത്തും മാത്രം 200 കോടിയോളം ബാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ബാക്കിയുള്ള ഷോപ്പില് ഷക്കൂർ, എടപ്പള്ളി, ഇവൻ പാലക്കാട് വരെ ഇതുണ്ട്. പാലക്കാട് വരെ ലയബിലിറ്റി ഉണ്ടായി. അപ്പൊ ചുരുക്കം പറഞ്ഞ ലയബിലിറ്റി 300 അതിൽ പറഞ്ഞ കൂടും. ഇനി സ്റ്റോക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ലയബിലിറ്റി കൂടാണ്ട് സ്റ്റോക്ക് വേണം, പിന്നെ റെഡി സെയിൽ വേണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കച്ചവടം. 5 മാസമായിട്ട് കമ്പനിക്ക് വരുമാനമൊന്നുമില്ല, റെന്റ് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി ഇതും കൊണ്ട് വിശ്വസിച്ച് ഇതിനൊക്കെ സ്റ്റാഫിന്റെ സാലറി കൊടുത്തിട്ടില്ലേ, അത് തന്നെ ഉണ്ടാവും. 3 മാസം ഒരു 9 കോടി 10 കോടി എടുത്താവും. ഇതൊന്നും നടക്കില്ല പുള്ളിനെ കൊണ്ട്. പുള്ളി നൈസായിട്ട് എല്ലാവരെയും പഠിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായി? ഇപ്പൊ തരാം നാളെ തരാൻ ഭാഗ്യക്കൂറി ലോട്ടറി പോലെ. ഇനി പുള്ളിനെ വിശ്വസിച്ച് നമ്പിയിട്ടും കാര്യമില്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി, എനിക്ക്
മാസം 20,000 രൂപ പട്ടിണി കിടക്കണം. പട്ടിണി കിടക്കാതെ എനിക്ക് 20,000 രൂപ അടുത്ത് വേണം. നമ്മൾ ഇത്ര നാളും വിശ്വസിച്ച് ഇവിടെ നിന്ന് എന്താണ് പുള്ളി തരുന്ന വിശ്വസിച്ചാൽ പോയത്. 20,000 രൂപ പട്ടിണി കിടക്കുന്ന പട്ടിണിയെ കിടക്കണം. ഒരു രൂപ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് എനിക്കൊരു ചെറിയൊരു ബാധ്യത ഉണ്ടായി, അത് തീർക്കാനായിട്ട് 20,000 രൂപയോളം മാസം വേണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വിശ്വസിച്ച് പെരുന്നാളും കഴിഞ്ഞ് 3-4 ദിവസം വന്ന് നമ്മുടെ വേറെ ഒരു പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി ഇയാളെ വിശ്വസിക്കുന്ന ഒരു കാര്യമില്ല. ഇനി ഇയാളെ നമ്പിയിട്ട് ഇയാളെ കൊണ്ട് നടക്കാൻ പോലും എന്തായാലും ഇയാളെ കൂടിയേവില്ല എന്തായാലും. സലീമിക്ക, നിങ്ങൾ ഇങ്ങനെ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. 300 കോടിയോളം രൂപ ലയബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ലയബിലിറ്റിയിൽ ആദ്യം ലയബിലിറ്റി തീർക്കോ, സ്റ്റോക്ക് വരുമോ, കച്ചവടം ഉണ്ടാക്കുക. നിങ്ങൾ ഇപ്പോഴും ഇയാളെ നമ്പതിന്റെ കാര്യമൊന്നും ഇല്ല. വേറെ വല്ല പണിക്ക് നോക്കിയാൽ നല്ലതിന്. നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടില്ല, എന്തായാലും നിങ്ങൾ 1 രൂപ വാങ്ങിച്ചിട്ടില്ല, നിങ്ങളുടെ പേര് വാങ്ങിച്ചിട്ടില്ല, കമ്പനിയുടെ പേരല്ലേ, കമ്പനി ഉത്തരവാദിത്തം കൊടുത്തോളൂ. എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഈ മൻസൂർ എന്ന തട്ടിപ്പുകാരൻ, വ്യാജ ഡോക്ടർ, അയാൾ പക്ഷേ ഇപ്പോഴും പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുക. അയാൾ എല്ലാവർക്കും കൊടുത്തിരുന്ന സന്ദേശം ഇതാണ്: അൽ മുക്താദ് ഗ്രൂപ്പിന്റെ എല്ലാ ജീവനക്കാരുടെയും വിലപ്പെട്ട ഉപഭോക്താക്കളുടെയും ശ്രദ്ധയ്ക്ക് ജില്ലാവാരം നടക്കുന്ന നിയമപരമായ വിലയിരുത്തൽ, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് പ്രക്രിയകൾ നടത്തി വരുന്നതിനാൽ 2025 ഏപ്രിൽ 15 ഞങ്ങൾ ഫലപ്രദമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതായിരിക്കും. ഓർഡർ, ഡെലിവറി തീയതികൾ, റിട്ടേൺ, റീഫണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്നിവ ഓരോ ഉപഭോക്താവിനെയും വ്യക്തിപരമായി അറിയിക്കും. എല്ലാ ജീവനക്കാരും സ്റ്റോറിലേക്ക് വന്ന് ഉപഭോക്താക്കളുടെ പട്ടിക, പേയ്മെന്റ് ഉൾപ്പെടുത്തി തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പട്ടിക ക്രമപ്പെടുത്തി സംശോധന നടത്തിയ ശേഷം മാത്രമേ തുടർന്നുള്ള നടപടികൾ സാധ്യമാകൂ. ഉപഭോക്താക്കളുമായി ഓരോരുത്തരെയും സ്വതന്ത്രമായി സമീപിക്കുന്നതിനായി ഞങ്ങൾ പൂർണ്ണമായും പ്രതിബദ്ധത പുലർത്തുന്നു. സഹകരണത്തിന് നന്ദി. ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം, സ്ഥാപക ചെയർമാൻ ആൻഡ് CEO അൽ മുക്താദിർ ഗ്രൂപ്പ്. അതായത് ഇപ്പോഴും വ്യാജ ഡോക്ടർ വിടാതാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും 15-ാം തീയതി കടയിലേക്ക് വരാൻ. വാസ്തവത്തിൽ അവിടുത്തെ ജീവനക്കാർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉഡായിപ്പാണിത്. എന്നിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം വെരിഫൈ ചെയ്യണം, ഞങ്ങൾക്ക് സമയം വേണം. ഒന്നും നടക്കില്ല. ഒന്ന്, ഇയാളുടെ കയ്യിൽ കാശില്ല. ഇയാൾ അടിച്ചു മാറ്റിയ കാശം കൊണ്ട് റോൾസ് റോയ്സിൽ കഴിഞ്ഞു. ആ റോൾസ് റോയ്സിൽ ചുറ്റി നടക്കുകയാണ്. എവിടെയോ അയാൾ ഇരുന്നുകൊണ്ട് സുഖമായി ജീവിക്കുകയാണ്. പാവപ്പെട്ട പണം നഷ്ടപ്പെട്ട മനുഷ്യർ അള്ളാഹുവിൻ്റെ പേരിലാണല്ലോ കുഴപ്പമാകുമെന്ന് കരുതി കേസ് പോലും കൊടുത്തിട്ടില്ല. ഇയാൾ പണം തിരിച്ചു തരാൻ പോകുന്നില്ല. പണം നഷ്ടപ്പെട്ടവർക്ക് പണം നഷ്ടപ്പെട്ടു. കേസ് കൊടുത്താൽ ഇയാളെ പിടിച്ച് ലോക്ക് ചെയ്താൽ ഇയാൾക്ക് എന്തെങ്കിലും ആസ്തി ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇയാൾ ഇപ്പോൾ കേരളം വിട്ട് കാണും, അതിനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇയാൾ ആളുകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചില മാനേജർമാർക്ക് ബുദ്ധിയുണ്ട്. അവർ പറയുന്നുണ്ട് ഈ കെണിയിൽ വീഴരുത്, നാട്ടുകാരെല്ലാം കൂടെ നമുക്കിട്ട് പഞ്ഞിക്കിടും, അതുകൊണ്ട് ആ പണിക്ക് പോവരുതേ എന്ന് പറയുന്നുണ്ട്. പൊന്നു സലീമൊക്കെ വെറുതെ കടയിൽ മുമ്പ് എന്നിട്ട് കസ്റ്റമർ വല്ലതും വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ ലോക്കാം. വെറുതെ ആവശ്യമില്ലാതെ പണി വാങ്ങിച്ചു വെക്കല്ലേ. എന്നാലും അൽ മുക്താദിർ എന്ന സമ്പൂർണ്ണ തട്ടിപ്പ് പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുന്നു. അതിൽ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവർക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞിരുന്നു തട്ടിപ്പാണ്, ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ കഴിയില്ല, 0% പണിക്കൂലി എന്ന് പറയുന്നത് സ്വർണം കിട്ടുന്ന കട്ടയായാണ്. ആ കട്ട ഉരുക്കി പണിതാൽ മാത്രമേ സ്വർണ്ണാഭരണം ഉണ്ടാക്കാൻ കഴിയൂ. സ്വർണ്ണക്കടകൾ കൂടുതൽ പണിക്കൂലി ഉണ്ടാക്കുന്നുണ്ടാവാം, പക്ഷെ പൂർണ്ണമായും സൗജന്യമായി പണിക്കൂലി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ അഡ്വാൻസ് തട്ടിപ്പ് നടത്തുകയാണ്. ഈ കെണിയിൽ വീഴരുത് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇത് മണി ചെയിൻ മാതൃകയായിരുന്നു. അതായത് ആദ്യം എടുക്കുന്നവർക്കൊക്കെ കിട്ടി, മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഇതാണ് മണി ചെയിൻ മാതൃക. പുതിയ ആളുകൾ അഡ്വാൻസിന് പണം കൊടുക്കും, ആ പണം ഉപയോഗിച്ച് സ്വർണ്ണാഭരണം പണിത് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ വരവ് നിന്നപ്പോൾ അയാൾ പെട്ടെന്ന് ഈ കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഷെയർ കൊടുത്ത് പണം പിരിക്കാൻ ശ്രമിച്ചു. ആരും മേടിച്ചില്ല, കാരണം തട്ടിപ്പുകാരനാണ്. ഇത് പക്കാ തട്ടിപ്പാണ്. ഇയാൾ റോൾസ് റോയ്സിൽ കറങ്ങി നടന്നു ഈ പണം മേടിച്ച്. ഇങ്ങനെ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ട് കഴിയില്ല. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പാവപ്പെട്ട മനുഷ്യർക്ക് പണം നഷ്ടപ്പെട്ടു. ഇത് തിരിച്ചു മേടിച്ചു കൊടുക്കാൻ സർക്കാർ, പോലീസ് എന്തെങ്കിലും ചെയ്യണം. ദയവായി നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾ, ചാനലുകളും പത്രങ്ങളും, നിങ്ങളൊക്കെ ഇവരുടെ ഈ തട്ടിപ്പിൻ്റെ വിഹിതം കൈപ്പറ്റിയവരാണ്. ഈ കൈപ്പറ്റിയവർ നിങ്ങൾ ഈ തട്ടിപ്പ് ഇനിയെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. നിങ്ങളിങ്ങനെ പിന്മാറി നിൽക്കരുത്. ഇനിയെങ്കിലും ജനങ്ങൾ ഇതിലേക്ക് പണം കൊടുക്കാതിരിക്കണം. ഇനിയുള്ള മനുഷ്യരെയെങ്കിലും സംരക്ഷിക്കണം. മാധ്യമങ്ങളെ, നിങ്ങൾ പണം വാങ്ങിയതിന് കൂറ് കാണിച്ചോളൂ, പക്ഷേ ഇതൊരു തട്ടിപ്പാണ് എന്ന് പൂർണ്ണമായും ബോധ്യമായിട്ടും നിങ്ങളിങ്ങനെ ഉഡായിപ്പ് കാണിക്കരുത്. അപേക്ഷയാണ്.